CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 25 ദിവസത്തോളം നാടിളക്കിയുള്ള പ്രചാരണത്തിനൊടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. 3 മുന്നണികൾ കൊണ്ടും കൊടുത്തും കൊടുമ്പിരി കൊണ്ട പരസ്യ പ്രചാരണം ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് അവസാനിച്ചു. പ്രധാന നഗരങ്ങളിലെല്ലാം കലാശക്കൊട്ട് ആവേശമായി. കോങ്ങാട് തടുക്കശ്ശേരി നാഗൻകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. പാപ്പാൻ രാമനാണ് മരിച്ചത്. കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. പകൽ ശിവേലിക്കിടെയാണ് തെക്കുംഭാഗം ദേശം എഴുന്നള്ളിച്ച ആന ഇടഞ്ഞത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ പോസ്റ്റ് ഇടുകയും ചെയ്ത കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തുടരന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങളെ UDFന്റെ തെറ്റായ അജണ്ടയ്ക്ക് പിന്നിൽ അണിനിരത്താനുള്ള ശ്രമം പരാജയപ്പെട്ടുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രത്തിൽ അധികാരം നേടാൻ BJP ഉപയോഗിച്ച വർഗീയ തന്ത്രങ്ങളാണ് കേരളത്തിൽ UDF ഉപയോഗിക്കുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. 25 ദിവസത്തോളം നാടിളക്കിയുള്ള പ്രചാരണത്തിനൊടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. 3 മുന്നണികൾ കൊണ്ടും കൊടുത്തും കൊടുമ്പിരി കൊണ്ട പരസ്യ പ്രചാരണം ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് അവസാനിച്ചു. പ്രധാന നഗരങ്ങളിലെല്ലാം കലാശക്കൊട്ട് ആവേശമായി.
CCN കടമ്പഴിപ്പുറം. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനം കുറിച്ചുള്ള തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം പെരിന്തൽമണ്ണയിൽ നടന്നു. വാദ്യഘോഷങ്ങൾക്ക് ചുവടുവെച്ച് പ്രവർത്തകർ കൊടികൾ വീശി കലാശപ്പൂരം കളറാക്കി. 3 മുന്നണി സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. ദിവസക്കാലം മാത്രം ബാക്കി നിന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഈ മണ്ഡലത്തിൽ നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. 24 ദിവസം മുമ്പ് പുലാമന്തോളിലെ ബാപ്പു ആയിരുന്നെങ്കിൽ ഇന്ന് പെരിന്തൽമണ്ണയിലെ ആകെ എല്ലാവരുടെയും ബാപ്പുവായി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ജീവനുള്ള അവസാനത്താളും പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പു തരണം. തയ്യാറല്ലേ? എടുത്തോണ്ട് വരൂലേ? നമുക്ക് ഏറ്റവും മിന്നുന്ന വിജയം നമുക്കുണ്ടാക്കണം. പെരിന്തൽമണ്ണ കണ്ണുവെക്കാൻ ഇനി ഒരു ചുകപ്പനും കഴിയില്ലെന്ന് നമുക്ക് തെളിയിക്കണം. ഇതോടെ CCN പെരിന്തൽമണ്ണ. പ്രാദേശികമായ അറിവും സാങ്കേതിക മികവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെർപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ഉദ്ഘാടനം നടന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക തൊഴിൽ വിപണിയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവിലാണ് കോളേജ് അധികൃതർ ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കോളേജ് മാനേജർ അബ്ദുൽ മജീദ് മനുശ്ശേരി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾ സെറ്റിംഗ് അനിവാര്യമാണ്. പ്രത്യേകിച്ച് കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവര് സാധാരണ ഡയലോഗ് കോളേജ് ലൈഫ് അടിച്ച് പൊളിച്ച് ജീവിക്കാനുള്ളതാണ്. ക്ലാസ്സിലൊന്നും കയറേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തായാലും ജയിക്കാൻ പറ്റും. പ്രാധാന്യത്തെക്കുറിച്ചും തൊഴിൽ തേടുന്നവർക്ക് കമ്പ്യൂട്ടർ അറിവ് നൽകുന്ന മുൻഗണനയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സൈനുൽ ആബിദീൻ ചടങ്ങിൽ അധ്യക്ഷനായി. അക്കാദമിക് കോർഡിനേറ്റർ പി മുഹമ്മദ് ഉനൈസ്, അസിസ്റ്റന്റ് പ്രൊഫസർ അഷ്റഫ് യമാനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. CCN ചെർപ്പുളശ്ശേരി. കസനാട്ടുകര പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF ബഹുജന റാലി സംഘടിപ്പിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ സലീഖ ഉദ്ഘാടനം ചെയ്തു. ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം നടപടിയെടുക്കേണ്ട ഗതികേടുണ്ടായി. എന്തിന്റെ പേരില? പാർട്ടിയിൽ ഏറ്റവും നല്ല മികവാർന്ന പ്രവർത്തനം നടത്തുന്നവരുടെ പേരിൽ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വരില്ല. അഴിമതിയും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കേണ്ടി വരുന്നത്. അന്തസ്സോട് അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അദ്ദേഹത്തിന്റെ പെരുമാറ്റമുണ്ടായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് നടപടിയെടുക്കലല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ഘട്ടം വന്നപ്പോഴാണ് നടപടിക്ക് വിധേയനായത്. അല്ലാതെ അദ്ദേഹത്തിന്റെ സൽപ്രവൃത്തി കൊണ്ടല്ല.
നിരവധി സംഭവങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വിശിഷ്യ CPM-ന്റെ നേതാക്കൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹമാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. നല്ല സ്ഥലത്താണ് ചെന്നുപെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് യോജിച്ച മേഖല അതുതന്നെയാണ്. അവർക്കിത് പുത്തരിയല്ല അനുഭവം UDF-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവർക്ക് പറ്റിയ കൂടാരത്തിലേക്ക് തന്നെയാണ് എത്തപ്പെട്ടിട്ടുള്ളത് എന്നതിൽ ഒരു തർക്കവുമില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ മത്സരിപ്പിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് പ്രേംകുമാറിനെയാണ്. കെ രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കെ ചന്ദ്രൻ അധ്യക്ഷനായി. ഷഹീർ അലി നർഗോഡ്, EM നവാസ്, ശ്രീവിദ്യ, സൽന ജാസ്മിൻ, AK വിനോദ് എന്നിവർ സംസാരിച്ചു. റാലി ദേശീയപാത 53 മൈലിൽ നിന്നും ആരംഭിച്ച് പടിഞ്ഞാറെ പാലോടിൽ സമാപിച്ചു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ നിരവധി LDF പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. കോങ്ങാട് തടുക്കശ്ശേരി നാഗൻകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. പാപ്പൻ രാമനാണ് മരിച്ചത്. കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. പകൽ ശീവേലിക്കിടെയാണ് തെക്കുംഭാഗം ദേശം എഴുന്നള്ളിച്ച ആന ഇടഞ്ഞത്. വിരണ്ടോടിയ ആന വീടുകളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ തളയ്ക്കുന്നതിനിടെയാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ പാപ്പാനെ പത്തിരിപ്പാല സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇടഞ്ഞ ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും തളച്ചു. CCN കടമ്പഴിപ്പുറം. ഒറ്റപ്പാലം മണ്ഡലം NDA സ്ഥാനാർത്ഥി മേജർ രവി പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ പര്യടനം നടത്തി. രാവിലെ മുന്നൂർക്കോട് ഓടാട്ടിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. മുന്നൂർക്കോട് സ്കൂൾ, ആലുംകുളം, അയ്യപ്പൻകാവ്, ഖാദി കേന്ദ്രം, പകരാവൂർ, കിനാശ്ശേരി, കാട്ടുകുളം, ശ്രാമ്പിക്കൽപ്പടി, താനിക്കുന്ന്, പൂക്കോട്ടുകാവ്, കല്ലുവഴി എന്നിവിടങ്ങളിൽ വോട്ടർമാരെ കണ്ടു. എന്റെ സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഈ രാമഭവനം ഈ 15 ലാസ്റ്റ് ഒരു 20 ദിവസമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, ഞാനെന്നൊരു വ്യക്തിയെ ഒരു MLA ആക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നത് കാണുന്ന സമയത്ത് നിങ്ങളാണ് എൻ്റെ നട്ടെല്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ആ നട്ടെല്ലിന് വേണ്ടി ഞാൻ എന്നും ഒരു പട്ടാളക്കാരനായി നിങ്ങൾക്ക് വേണ്ടി നെഞ്ചു വരുത്തി നിങ്ങൾ മുന്നിൽ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ്. നിങ്ങൾക്ക് ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ശരി, അത് എന്നിലൂടെ മാത്രമേ പോകുള്ളൂ. അതൊരു വാക്കായിരിക്കും. പട്ടാളക്കാരൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ്. കാരണം എൻ്റെ ചരിത്രം ഞാൻ മുന്നിൽ നിന്ന് ലീഡ് ചെയ്തിട്ടാണ്, അല്ല പിറകിൽ നിന്ന് ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒറ്റപ്പാലത്തുകാർക്ക് വേണ്ടി പല വാഗ്ദാനങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വാഗ്ദാനമല്ലത്, അതൊരു ഉറപ്പാണ്. കാരണം എൻ്റെ തലയ്ക്ക് മുകളിൽ ഞാൻ ഇവിടുന്ന് ഒരു MLA ആയിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ തലയ്ക്ക് മുകളിൽ ഞാൻ ആരാധിക്കുന്നു, ലോകം ആരാധിക്കുന്നു, നിങ്ങളെല്ലാവരും ആരാധിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ കൈകളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പറഞ്ഞ വാക്കെനിക്ക് പാലിക്കാം എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഭാരതപ്പുഴ മുതൽ ഒറ്റപ്പാലത്തിന്റെ ഏതറ്റം വരയ്ക്കും നമ്മൾ വികസിപ്പിച്ചിരിക്കും.
വൈകിട്ട് കരിമ്പുഴ കുലുക്കിളിയാട് ചന്തപ്പടിയിൽ നിന്ന് സ്ഥാനാർത്ഥിയും 500ഓളം പ്രവർത്തകരും പങ്കെടുത്തുകൊണ്ട് ആരംഭിച്ച മെഗാ ബൈക്ക് റാലി കരിമ്പുഴ കടമ്പഴിപ്പുറം പഞ്ചായത്തുകളിലൂടെ കടന്ന് കടമ്പഴിപ്പുറത്ത് റോഡ് ഷോയോടെ സമാപിച്ചു. CCN കടമ്പഴിപ്പുറം. CPM ആരോപിച്ചതുകൊണ്ട് മാത്രം ഡീൽ ആരോപണം ശരിയാകില്ലെന്ന് ഒറ്റപ്പാലം മണ്ഡലം NDA സ്ഥാനാർത്ഥി മേജർ രവി. മത്സരിക്കുന്നത് ജയിക്കാനാണെന്നും മറ്റ് ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായും മേജർ രവി പറഞ്ഞു. നിങ്ങൾ ഈ അലിഗേഷൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇതിനെന്തെങ്കിലും പ്രൂഫുണ്ടോ? പിന്നെ ഒരു CPM-കാരൻ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് BJP-ക്കാരത് ചെയ്തു എന്നുള്ള കൺക്ലൂഷൻ നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഞങ്ങളുടെ ഒരു കേഡർ പാർട്ടിയാണ്. അപ്പോൾ ആ കേഡർ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ ആ കേഡർ പാർട്ടിയിലുള്ള ആളുകൾക്ക് അറിയാൻ അതിൻ്റെ റെപ്രസെൻറ്റേഷൻസ്. അതുകൊണ്ട് പാർട്ടി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും, നിങ്ങൾ അലിഗേഷൻ പറഞ്ഞിരിക്കുന്ന ആൾ കഴിഞ്ഞ പ്രാവശ്യം MLA ആവാൻ വേണ്ടി നിന്ന ആളാണെന്നല്ലേ പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയിച്ചിട്ടില്ല. അപ്പം ഐ ഡോണ്ട് തിങ്ക് ഇതൊരു അലിഗേഷനായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കൂ. പിന്നെ CPM-ൻ്റെ അലിഗേഷൻ ഞാനത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം അവർക്ക് എന്തും പറയാം, അവർ പറയുന്നതെല്ലാം സത്യമാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് അനുസരിച്ച് ഓക്കെ നമുക്കൊന്ന് അന്വേഷിക്കണം. അവർ മോർന്ന് തൊട്ട് താഴ്ത്തിക്ക് ഒരു നുണ പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്യനയം തന്നെ കേട്ടാൽ മതിയല്ലോ. ആദ്യം തുടക്കം നമുക്ക് എന്തായിരുന്നു. അപ്പോൾ ഈ നുണ പറയുന്നവരുടെ ഒരു പ്രസ്താവന എന്നുള്ളതിന് ഞാനത് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ അതിനകത്ത് എൻ്റെ പേരുണ്ടോ എന്നുള്ളത് ഞാൻ പിന്നെയും ചോദിക്കും. നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം അതായത് ഞാനിപ്പോൾ അറിഞ്ഞിട്ടാണ് എൻ്റെ മോനെ ഈ വെയിലത്ത് കറങ്ങേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അറിഞ്ഞിട്ടാണ് ഞാൻ വെയിലുള്ളത് സുഖമായിട്ട് AC റൂമിൽ അവിടെ ഇരിക്കാവുന്നത്. ഞാനിപ്പോൾ ഈ 19 ദിവസമായിട്ട് നമ്മൾ ഓടുന്നത് എന്തിനാണെന്ന് അറിയാം. ഞാനിവിടെ വന്നിരിക്കുന്നത് ജയിക്കാനാണ്, അല്ലാതെ വെറുതെ ഇലക്ഷൻ എന്നുകൊണ്ട് പെർസെൻറ്റേജ് കൂട്ടാനൊന്നും എല്ലാം വന്നില്ല. ഐ വിൽ വിൻ. അതിന് നിങ്ങൾ എന്ത് അലിഗേഷൻ ആരോട് പറഞ്ഞാലും ശരി, എന്നെപ്പോലൊരു വ്യക്തിക്ക് അത് ബാധിക്കില്ല. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ഡർട്ടി ഗെയിംസ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അതിൽ ഞാൻ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അതിൻ്റെ മുകളിൽ ഞാനൊരു കമൻറ്റ് പറയാനോ ആളല്ല. കാരണം എനിക്കറിയാം എൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്, എൻ്റെ പാർട്ടി എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഐ ജസ്റ്റ് നെഗ്ലക്ട് ഓർ ഇഗ്നോർ ദിസ് അലിഗേഷൻ. CCN കടമ്പഴിപ്പുറം. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിയായ IRDC ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ആരംഭിച്ച പുതിയ ഗോൾഡ് ലോൺ സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം. ജനരോഷം ശക്തമായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് സ്ഥാപനം അടപ്പിച്ചു. കരിമ്പുഴയിൽ പുതുതായി തുടങ്ങിയ IRTC നീതി ഇന്ത്യ എന്ന സ്ഥാപനത്തിനു നേരെയാണ് തട്ടിപ്പിനിരയായവർ പ്രതിഷേധവുമായി എത്തിയത്. ജനരോഷം ശക്തമായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് സ്ഥാപനം അടപ്പിച്ചു. നേരത്തെ പാതി വിലയിൽ ഉൽപ്പന്നങ്ങൾ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ 200ഓളം പേർ ഉണ്ണികൃഷ്ണനെതിരെ നിയമപോരാട്ടം നടത്തിവരികയാണ്. ഇതിനിടെയാണ് അതേ വ്യക്തി തന്നെ പുതിയ സാമ്പത്തിക സ്ഥാപനവുമായി രംഗത്തെത്തിയത്. ഇത് വീണ്ടും തട്ടിപ്പിനുള്ള നീക്കമാണെന്ന് ആരോപിച്ചാണ് ഇരകളായവർ പ്രതിഷേധവുമായി എത്തിയത്. അതേസമയം പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണം വെറും പ്രഹസനമാണെന്ന് കരിമ്പുഴ മണ്ഡലം UDF കമ്മിറ്റി ആരോപിച്ചു. അന്വേഷണം ഇരുട്ടിൽ തപ്പുകയാണെന്നും ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നും യോഗം കുറ്റപ്പെടുത്തി. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം മേഖലകളിൽ മുന്നണികളുടെ കൊട്ടിക്കലാശം ആവേശകരമായി നടന്നു. സ്ഥാനാർത്ഥികളും നൂറുകണക്കിന് പ്രവർത്തകരും അണിനിരന്ന റോഡ് ഷോകളും ബൈക്ക് റാലികളും നഗരങ്ങളെ ഉത്സവ ലഹരിയിലാഴ്ത്തി.
CCN കടമ്പഴിപ്പുറം. മതന്യൂനപക്ഷങ്ങളെ UDFന്റെ തെറ്റായ അജണ്ടയ്ക്ക് പിന്നിൽ അണിനിരത്താനുള്ള ശ്രമം പരാജയപ്പെട്ടുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രത്തിൽ അധികാരം നേടാൻ BJP ഉപയോഗിച്ച വർഗീയ തന്ത്രങ്ങളാണ് കേരളത്തിൽ UDF ഉപയോഗിക്കുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. വർഗീയമായിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗം നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നത്. കേരളം കൃത്യമായ രാഷ്ട്രീയ ബോധത്തിന്റെയും വ്യക്തമായ നയത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണ വിധിയെടുക്കും. ഇവിടെ UDFന്റെ കുറവുകൾ നല്ല നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങളെ മനസ്സിലാക്കി പോകുന്നതാണ്. ഞങ്ങളെല്ലാം അത് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഞാനത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന്റെ ദൗർബല്യങ്ങൾ കേരളം കൂടുതൽ തിരിച്ചറിയുന്നു. ഒരു ഇടതുപക്ഷ ഭരണവും ഒരു UDF ഭരണവും തമ്മിൽ നല്ല വ്യത്യാസം. ഇടതുപക്ഷ ഭരണം വ്യക്തമായ നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. UDFന്റെ ഭരണം സമ്മർദ്ദ തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് കേരളത്തിലെ UDF ഭരണം നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് ഞാൻ ഒരു പുസ്തകം കാണുകയുണ്ടായി. ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കില്ല. ഈയിടെ ഒരു വാർത്ത പറഞ്ഞു, ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കില്ല. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമേ ഇല്ല. എന്താ അങ്ങനെ ഒരു പ്രചരണം നടത്തിയത്? എന്നാൽ നമ്മുടെ അനുഭവം മന്ത്രിസ്ഥാനത്തിന്റെ എണ്ണം സമ്മർദ്ദതന്ത്രം ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുന്നതിന് കേരളം കഴിയുന്നത്. അങ്ങനെ സമ്മർദ്ദ തന്ത്രങ്ങൾ കേരളം അനുഭവിച്ചതാണ്. ആ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇല്ലാത്ത ഭരണമാണ് ഇപ്പൊ നടന്നത്. സംസ്ഥാന താല്പര്യത്തിനാണ് സ്ഥാപിത താല്പര്യത്തിന്. അപ്പൊ ചില രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാപിത താല്പര്യത്തിന് കാര്യങ്ങളെ വിധേയമാക്കുന്ന പ്രവർത്തനം. അതെന്തിനാണ്? ഏതായാലും സ്ഥാപിത താല്പര്യം വ്യത്യസ്തങ്ങളായ സമ്പന്ന വിഭാഗങ്ങളുടെ താല്പര്യം, വ്യത്യസ്തങ്ങളായ സമ്പന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ സംസ്ഥാന ഭരണം ഉപയോഗിച്ച് സംരക്ഷിച്ചു കൊടുക്കുക. ആ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെയും സ്ഥാപിത താല്പര്യങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നത് UDF ഭരണത്തിലൂടെ. CCN മലപ്പുറം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ പോസ്റ്റ് ഇടുകയും ചെയ്ത കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തുടരന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെരിന്തൽമണ്ണ പൊന്നിയക്കുറിശി കണ്ണൻതൊടി വീട്ടിൽ മുഹമ്മദ് റോഷന്റെ ഹർജിയാണ് പെരിന്തൽമണ്ണ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് KN ആശ തള്ളിയത്. കേസിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രോസിക്യൂഷന് വേണ്ടി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ E. നവാബ് ഖാൻ കോടതിയിൽ വാദിച്ചു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷ ഈ മാസം 10-ന് കോടതി പരിഗണിക്കും. കഴിഞ്ഞ മാർച്ച് 30-നാണ് റോഷനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 25 ദിവസത്തോളം നാടിളക്കിയുള്ള പ്രചാരണത്തിനൊടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. 3 മുന്നണികൾ കൊണ്ടും കൊടുത്തും കൊടുമ്പിരി കൊണ്ട പരസ്യ പ്രചാരണം ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് അവസാനിച്ചു. പ്രധാന നഗരങ്ങളിലെല്ലാം കലാശക്കൊട്ട് ആവേശമായി. കോങ്ങാട് തടുക്കശ്ശേരി നാഗൻകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. പാപ്പാൻ രാമനാണ് മരിച്ചത്. കൊല്ലങ്കോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത്. പകൽ ശിവേലിക്കിടെയാണ് തെക്കുംഭാഗം ദേശം എഴുന്നള്ളിച്ച ആന ഇടഞ്ഞത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തികരമായ പോസ്റ്റ് ഇടുകയും ചെയ്ത കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തുടരന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
മതന്യൂനപക്ഷങ്ങളെ UDFന്റെ തെറ്റായ അജണ്ടയ്ക്ക് പിന്നിൽ അണിനിരത്താനുള്ള ശ്രമം പരാജയപ്പെട്ടുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രത്തിൽ അധികാരം നേടാൻ BJP ഉപയോഗിച്ച വർഗീയ തന്ത്രങ്ങളാണ് കേരളത്തിൽ UDF ഉപയോഗിക്കുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.